Hello, welcome to Structural Analysis Part 2 video. Part 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ സ്ട്രക്ചറൽ അനാലിസിസ് അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. A fixed beam of length L carry a central point load W. The bending moment at the ends are option A WL by 4, option B WL by 6, option C WL by 8 and option D WL by 10. A fixed beam subjected to different loading conditions ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എ ഫിക്സഡ് ബീം സബ്ജക്റ്റഡ് ടു സെൻട്രൽ പോയിന്റ് ലോഡ് W ആണ്. അപ്പോൾ അവിടെ വരുന്ന ഫിക്സഡ് ഇൻ മൊമെന്റ് വിൽ ബി WL by 8. ഇനി സെക്കൻഡ് കേസ് എ ഫിക്സഡ് ബീം സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അവിടെ വരുന്ന ഫിക്സഡ് ഇൻ മൊമെന്റ് വിൽ ബി WL² by 12. തേർഡ് കേസ് കാണിക്കുന്നത് ഫിക്സഡ് ബീം സബ്ജക്റ്റഡ് ടു പോയിന്റ് ലോഡ് പക്ഷേ ഇവിടെ മിഡ് സ്പാനിലല്ല. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എ ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ബി ഫ്രം ദ റൈറ്റ് എൻഡ് ആണ്. അപ്പോൾ ഫിക്സഡ് ഇൻ മൊമെന്റ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് വിൽ ബി WAB² by L². ഫിക്സഡ് ഇൻ മൊമെന്റ് അറ്റ് ദ റൈറ്റ് എൻഡ് വിൽ ബി WBA² by L². അടുത്ത കേസ് ഒരു ഫിക്സഡ് ബീം സബ്ജക്റ്റഡ് ടു എ മൊമെന്റ് അറ്റ് ദ മിഡ് സ്പാൻ ആണ്. അവിടെ വരുന്ന ഫിക്സഡ് ഇൻ മൊമെന്റ് വിൽ ബി M/4. ഇനി അടുത്ത കേസ് എ ഫിക്സഡ് ബീം സബ്ജക്റ്റഡ് ടു യൂണിഫോംലി വേരിയിങ് ലോഡാണ്. മാക്സിമം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് മിനിമം ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫിക്സഡ് ഇൻ മൊമെന്റ് വിൽ ബി WL² by 30. റൈറ്റ് സൈഡിൽ വരുന്ന ഫിക്സഡ് ഇൻ മൊമെന്റ് വിൽ ബി WL² by 20. ഇനി ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് എ ഫിക്സഡ് ബീം സബ്ജക്റ്റഡ് ടു യൂണിഫോംലി വേരിയിങ് ലോഡ് വിത്ത് മാക്സിമം അറ്റ് ദ മിഡ് സ്പാൻ ആൻഡ് മിനിമം അറ്റ് ദ ടു എൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഫിക്സഡ് ഇൻ മൊമെന്റ് വിൽ ബി 5/96 WL². അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ദ ഫിക്സഡ് ബീം ഓഫ് ലെങ്ത് L carry a central point load W. ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ എൻഡ്സ് വിൽ ബി ഓപ്ഷൻ സി ആയിരിക്കും. അതായത് ഫസ്റ്റ് കേസാണ് നമ്മൾ നോക്കിയത് WL by 8. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മൊമെന്റ് റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ എൻഡ് ഓഫ് ദ ബീം വൈൽ ആക്ടിംഗ് ഓൺ ഇറ്റ് ത്രൂ യൂണിറ്റ് ആംഗിൾ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ അറ്റ് ദ ഫാർ എൻഡ് ഈസ് കോൾഡ് ആസ് ഓപ്ഷൻ എ ക്യാരി ഓവർ മൊമെന്റ്, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഓപ്ഷൻ സി മൊമെന്റ് ഫാക്ടർ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റിഫ്നെസ് ഫാക്ടർ. അപ്പോൾ നമുക്ക് ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്യാരി ഓവർ ഫാക്ടർ ആൻഡ് ക്യാരി ഓവർ മൊമെന്റ്. When the moment is applied at one end of the member, allowing rotation at that end, fixing the far end, some moment develops at the far end. അതിനെയാണ് നമ്മൾ ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാരി ഓവർ ഫാക്ടർ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ക്യാരി ഓവർ മൊമെന്റ് ടു അപ്ലൈഡ് മൊമെന്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫാർ ആൻഡ് കണ്ടീഷൻ വരുമ്പോൾ അവിടെ വരുന്ന ക്യാരി ഓവർ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഫിക്സഡ് ഫാർ ആൻഡ് കണ്ടീഷൻ വരുമ്പോൾ അവിടെ വരുന്ന ക്യാരി ഓവർ ഫാക്ടർ വിൽ ബി ഹാഫ്. അതായത് only half of the moment will be carried over. ഇനി ഫാർ ആൻഡ് കണ്ടീഷൻ ഹിഞ്ച്ഡ് അഥവാ ഫ്രീ എൻഡ് ആണെങ്കിൽ അവിടെ വരുന്ന ക്യാരി ഓവർ ഫാക്ടർ വിൽ ബി 0. ഇനി അടുത്ത ടേം നോക്കാം, സ്റ്റിഫ്നെസ് ഫാക്ടർ. മൊമെന്റ് റിക്വയർഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ മെമ്പർ ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ അറ്റ് ദാറ്റ് എൻഡ്, അതിനെയാണ് സ്റ്റിഫ്നെസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. മൊമെന്റ് ഷെയർഡ് ബൈ ദ മെമ്പർ ടു മൊമെന്റ് അപ്ലൈഡ് അറ്റ് ദ ജോയിൻറ്റ്സ്, അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്റ്റിഫ്നെസ് ഓഫ് ദ മെമ്പർ ടു സിഗ്മ കെ, അതായത് ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മൊമെന്റ് റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ എൻഡ് ഓഫ് ദ ബീം വൈൽ ആക്ടിംഗ് ഓൺ ഇറ്റ് ത്രൂ യൂണിറ്റ് ആംഗിൾ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ അറ്റ് ദ ഫാർ എൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്റ്റിഫ്നെസ് ഫാക്ടറാണ്. ക്യാരി ഓവർ ഫാക്ടർ ഇല്ലാതെ നമുക്കറിയാം, കാരണം അത് ക്യാരി ഓവർ മൊമെന്റ് ടു അപ്ലൈഡ് മൊമെന്റ് ആണെന്നറിയാം. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് മൊമെന്റ് ഷെയർ ബൈ ദ മെമ്പർ ടു മൊമെന്റ് അപ്ലൈഡ് അറ്റ് ജോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് സ്റ്റിഫ്നെസ് ഫാക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് ദ ബേസിക് അൺനോൺസ് ആർ ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെന്റ്, ഓപ്ഷൻ ബി ഫോഴ്സസ്, ഓപ്ഷൻ സി ഡിസ്പ്ലേസ്മെന്റ്സ് ആൻഡ് ഫോഴ്സസ് and option D none. Force method and displacement method എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഫോഴ്സ് മെത്തേഡ്. Force method is also known as flexibility or compatibility method.
അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റിഫ്നെസ് ഓർ ഇക്വിലിബ്രിയം മെത്തേഡ്. ഫോഴ്സ് മെത്തേഡിലെ അൺനോൺസ് എന്ന് പറയുന്നത് ഫോഴ്സസ് ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ വരുന്ന അൺനോൺസ് വിൽ ബി ഡിസ്പ്ലേസ്മെൻറ്റ്സ്. ഇൻ ഫോഴ്സ് മെത്തേഡ്, initial conditions used to solve structure is equilibrium conditions, and additional equations used to solve the structure will be compatibility conditions. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ടു സോൾവ് എ സ്ട്രക്ചർ ആർ കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻസ് ആൻഡ് അഡീഷണൽ ഇക്വേഷൻസ് ആർ ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഇനി ഒരു ഫോഴ്സ് മെത്തേഡിൽ നമ്പർ ഓഫ് compatibility conditions will be degree of static indeterminacy, whereas in displacement method number of equilibrium conditions will be degree of kinematic indeterminacy. In a force method, degree of kinematic indeterminacy will be greater than degree of static indeterminacy. അതേസമയം displacement method kinematic indeterminacy will be less than degree of statical indeterminacy. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസിലെ ബേസിക് അൺനോൺസ് ആരാണെന്നാണ്. അത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്, ഓപ്ഷൻ ബി ഫോഴ്സ് മെത്തേഡ്, ഓപ്ഷൻ സി ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി എക്സാക്ട് മെത്തേഡ്. നമ്മൾ ഫോഴ്സ് മെത്തേഡിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നോക്കിയായിരുന്നു. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫോഴ്സ് മെത്തേഡിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വരുന്നതാണ് കോളം അനലോഗി മെത്തേഡ്, ഇലാസ്റ്റിക് സെൻറ്റർ മെത്തേഡ്, മെത്തേഡ് ഓഫ് മിനിമം സ്ട്രെയിൻ എനർജി, 3 മൊമെൻറ്റ് തിയറം അഥവാ ക്ലേപ്പിറോൺസ് തിയറം. ഇതൊക്കെയാണ് ഫോഴ്സ് മെത്തേഡിൻ്റെ എക്സാമ്പിൾസ്. കുറച്ചേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ വരുന്ന എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ കാനീസ് മെത്തേഡ്, slope deflection method, moment distribution method. All these are examples of displacement or stiffness or equilibrium method. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മെത്തേഡ് ഓഫ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് ഏത് മെത്തേഡിലാണ് വരുന്നതെന്നാണ്. അത് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെ എക്സാമ്പിളാണ്. മറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെ എക്സാമ്പിൾസ് വരുന്ന കാനീസ് മെത്തേഡ്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മെത്തേഡ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എനർജി, ഇതൊക്കെയാണ് മറ്റ് എക്സാമ്പിൾസ് ആയിട്ട് കാണുന്നത്. ദ റേഷ്യോ ഓഫ് മൊമെൻറ്റ് പ്രൊഡ്യൂസ് അറ്റ് ദ ജോയിൻറ്റ് ടു മൊമെൻറ്റ് അപ്ലൈഡ് അറ്റ് ദ അതർ ജോയിൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കുറച്ച് മുന്നേ നോക്കിയതാണ്. അത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, ക്യാരി ഓവർ ഫാക്ടർ. ക്യാരി ഓവർ ഫാക്ടർ ഇഫ് ദ ഫാർ എൻഡ് ഇസ് ഫിക്സ്ഡ് എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാരി ഓവർ ഫാക്ടർ വെൻ ദ ഫാർ എൻഡ് ഇസ് ഫ്രീ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി 0. A 3-inch parabolic arch of span 20 meter and rise 4 meter carry a concentrated load of 150 kilonewton from the left support. Calculate the horizontal thrust at the left support. Option A 40 kilonewton, option B 75 kilonewton, option C 80 kilonewton and option D 120 kilonewton. ഓക്കെ, അപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു 3-inch പാരബോളിക് ആർച്ചാണ്. സപ്പോർട്ട് റിയാക്ഷൻ ഉള്ളത് VA VB ആണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H കാണിച്ചിട്ടുണ്ട്. ഒരു ലോഡ് 150 kilonewton ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 4 meter മാറി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് നോക്കാം. VA + VB വിൽ ബി ഈക്വൽ ടു 150 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മൊമെൻ്റ് അബൌട്ട് ഹിഞ്ച് B ആണ് എടുക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ സപ്പോർട്ട് റിയാക്ഷൻ വരുന്നത് VA ഇൻറ്റു ഡിസ്റ്റൻസ് വിൽ ബി 20 ആയിരിക്കും, മൈനസ് 150 ഇൻറ്റു ഹാഫ് സ്പാൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും. 10 പ്ലസ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബാക്കി 6 ആയിരിക്കും വരുന്നത്. അപ്പോൾ 16 എന്ന് വരും. 150 ഇൻറ്റു 16 ഈക്വൽ ടു 0. അതിൽ നിന്ന് VA വിൽ ബി ഈക്വൽ ടു 120 kilonewton എന്ന് കിട്ടും. അപ്പം VA + VB ഈക്വൽ ടു 150 ആയതുകൊണ്ട് തന്നെ VB നമുക്ക് 30 kilonewton എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആൻഡ് ലെഫ്റ്റ് സപ്പോർട്ട്, അതായത് H ആണ്. അത് കിട്ടാനായിട്ട് നമ്മൾ മൊമെൻറ്റ് അബൌട്ട് ദ ക്രൗൺ പോർഷൻ C ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ മൊമെൻറ്റ് അബൌട്ട് C ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ വരുന്നത് റിയാക്ഷൻസ് വരുന്നത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H ഇൻറ്റു ആ റൈസ് ആയിരിക്കും വരുന്നത് 4.
അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് കൊടുത്തത്. -4 × HI പ്ലസ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ VA × ഹാഫ് സ്പാൻ, അതായത് 10 എന്ന് വരും. പിന്നെ അടുത്ത 150 കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മൈനസ് കൊടുത്താൽ -150 × 6 = 0 എന്ന് വരും. അപ്പോൾ ഇവിടെ VAക്ക് നമ്മൾ 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് HI കിട്ടും. HI വാല്യൂ വിൽ ബി 75 kN. അപ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 75 kN എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇൻകറക്റ്റ് അസംഷൻസ് ഇൻ ട്രസ് അനാലിസിസ്? ഓപ്ഷൻ എ, ഓൾ ജോയിൻസ് ആർ പിൻഡ്. ഓപ്ഷൻ ബി, ലോഡ്സ് ആർ അപ്ലൈഡ് അറ്റ് ജോയിൻസ് ഓൺലി. ഓപ്ഷൻ സി, all members are straight. ഓപ്ഷൻ ഡി, weight of the members are acting at the centers. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് 3 അസംഷൻസും ട്രസ് അനാലിസിസിൻ്റെ അസംഷൻസ് തന്നെയാണ്. ലാസ്റ്റ് അസംഷനാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്, അത് റോങ് ആണ്. അപ്പം ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഇൻകറക്റ്റ് അസംഷൻ ഇൻ ട്രസ് അനാലിസിസ്. ഇനി 8th ക്വസ്റ്റ്യൻ. The number of unknown internal forces in each member of a rigid jointed plane frame ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3 ആൻഡ് ഓപ്ഷൻ ഡി 4. അപ്പോൾ നമുക്കൊരു റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം നോക്കാം. ഇപ്പോൾ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലെയിൻ ഫ്രെയിമാണ്. ഒരു പ്ലെയിൻ ഫ്രെയിം ഇങ്ങനെ കാണിച്ചിരിക്കുമ്പോൾ ഇതിലെ ഓരോ മെമ്പറിലും 3 റിയാക്ഷൻസ് ആണ് ഉള്ളത്. അതായത് ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ആൻഡ് മൊമെൻറ്റ് അബൌട്ട് ഇസഡ് ഡയറക്ഷൻ ആണ് വരുന്നത്. അതായത് ടോട്ടൽ 3 റിയാക്ഷൻസ് ആയിരിക്കും ഓരോ മെമ്പേഴ്സിലും ഉള്ളത്. അതേസമയം ഇതൊരു റിജിഡ് ജോയിൻറ്റഡ് സ്പേസ് ഫ്രെയിം ആയിരുന്നെങ്കിൽ നമ്പർ ഓഫ് അൺനോൺ ഇന്റേണൽ ഫോഴ്സസ് വിൽ ബി ഫോഴ്സ് അബൌട്ട് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ ആൻഡ് മൊമെൻറ്റ് അബൌട്ട് 3 ഡയറക്ഷൻ, അതായത് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ അവിടെ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ ഇന്റേണൽ ഫോഴ്സസ് വിൽ ബി 6. വെറാസ് ഇഫ് ഇറ്റ് വാസ് എ 2D ട്രസ്, 2 ഡയമെൻഷൻ ട്രസ് ആയിരുന്നെങ്കിൽ അവിടെ മൊമെൻറ്റ് വരില്ല. അപ്പോൾ അവിടെ വരുന്ന റിയാക്ഷൻസ് പറയുമ്പോൾ FX, FY മാത്രമായിരിക്കും, അതായത് 2 റിയാക്ഷൻ. ഫോർ എ 3 ഡയമെൻഷൻ ട്രസ് ആണെങ്കിൽ അവിടെ വരുന്ന റിയാക്ഷൻ വിൽ ബി ഫോഴ്സ് ഇൻ 3 ഡയമെൻഷൻസ്, അതായത് FX, FY ആൻഡ് FZ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ഇന്റേണൽ അൺനോൺ ഫോഴ്സസ് ഇൻ ഈച്ച് മെമ്പർ ഓഫ് എ റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം ആണ്. പ്ലെയിൻ ഫ്രെയിമിൽ വരുന്ന നമ്പർ ഓഫ് അൺനോൺ ഇന്റേണൽ ഫോഴ്സസ് വിൽ ബി 3, അതായത് ഓപ്ഷൻ സി. സ്പേസ് ഫ്രെയിം ആയിരുന്നു എങ്കിൽ അത് 6 വന്നേനെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. If the total number of reaction components is less than total number of condition equations available, structure shall be. Option A stable, option B indeterminate, option C externally redundant and option D unstable. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണന്റ് ലെസ് ദാൻ കണ്ടീഷൻസ് ഇക്വിലിബ്രിയം അവൈലബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആയിരിക്കും, അതായത് ഓപ്ഷൻ ഡി അൺസ്റ്റേബിൾ എന്നാണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റിഡൻഡന്റ് ഫ്രെയിംസ് ഹാസ് മെമ്പേഴ്സ്. ഓപ്ഷൻ എ മോർ ദാൻ ഇൻ പെർഫെക്റ്റ് ഫ്രെയിം, ഓപ്ഷൻ ബി ലെസ് ദാൻ ഇൻ പെർഫെക്റ്റ് ഫ്രെയിം, ഓപ്ഷൻ സി ഈക്വൽ ടു ദാറ്റ് ഓഫ് പെർഫെക്റ്റ് ഫ്രെയിം ആൻഡ് ഓപ്ഷൻ ഡി നൺ. അപ്പോൾ റിഡൻഡന്റ് ഫ്രെയിംസ് എന്ന് പറയുന്നത് അവിടുത്തെ മെമ്പേഴ്സ് വിൽ ബി മോർ ദാൻ ഇൻ പെർഫെക്റ്റ് ഫ്രെയിം. ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് ദ മെമ്പേഴ്സ് ആർ ലെസ് ദാൻ ഇൻ ദ പെർഫെക്റ്റ് ഫ്രെയിം ആണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ ഡെഫിഷ്യൻറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞതിന് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന റിഡൻഡന്റ് ഫ്രെയിംസ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് മോർ ദാൻ ഇൻ പെർഫെക്റ്റ് ഫ്രെയിം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോസും കൂടാതെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിലബസിലുള്ള എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യുന്ന വീഡിയോസും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടാതെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് യുവർ വീഡിയോ.